പിശുക്കനായിരുന്നു പാച്ചു മുതലാളി. അയാൾക്ക് ഒരു ജോലിക്കാരനുണ്ട്, കിട്ടു. പാച്ചു മുതലാളി എപ്പോഴും കിട്ടുവിനോട് പറയും, കിട്ടു, അത്യാവശ്യങ്ങൾക്ക് മാത്രമേ പണം ചെലവാക്കാവൂ. പിന്നെ ഒരു സാധനവും അനാവശ്യമായി ഉപയോഗിക്കുകയും ചെയ്യരുത്. ദിവസവും പല പ്രാവശ്യം ഈ ഉപദേശങ്ങൾ കേട്ട് കേട്ട് കിട്ടുവിന് മടുത്തു. ഒരിക്കൽ അതിരാവിലെ ഉണർന്ന് ജോലി തുടങ്ങാൻ പാച്ചു മുതലാളി ഒരു ടൈം പീസ് വാങ്ങി കിട്ടുവിനെ ഏൽപ്പിച്ചു. എന്നാൽ മുതലാളി നോക്കുമ്പോഴൊക്കെ അതിലെ സൂചി അനങ്ങാതെ നിൽപ്പാണ്. കിട്ടുവോ കൂർക്കം വലിച്ച് ഉറക്കവും. ഇതെന്ത് പറ്റി? ഇതിൻ്റെ സൂചി അനങ്ങുന്നില്ലല്ലോ, പാച്ചു മുതലാളി ചോദിച്ചു. അപ്പോൾ പകുതി ഉറക്കത്തിൽ കിട്ടു പറഞ്ഞു, ഓ, എന്തിനാ മുതലാളി വെറുതെ ബാറ്ററിയുടെ ചാർജ് കളയുന്നത്? അതുകൊണ്ട് ഞാൻ സമയം നോക്കേണ്ടപ്പോഴേ അതിൽ ബാറ്ററി ഇടുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ പാച്ചു മുതലാളി തലയിൽ കൈവച്ചുപോയി. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവർണോജ്വലമണ്ഡപേ മരതക പ്രാകാരഭിത്തൗ ബൃഹന്നാനാരത്നമയാസനേ ശിവമയേ ശ്രീകാമരാജാംഗകേ തിഷ്ടന്തീം കുരുവൃന്ദബൃന്ദരുചിരാം മാണിക്യഭൂഷോജ്വലാം ധന്യാസ്തേ ഭുവി ചിന്തയന്തി മനസാ യേ ശ്രീമഹാസുന്ദരീം. സർവർണോജ്വല മണ്ഡപേ, സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായ മണ്ഡപത്തിൽ. എല്ലാ നിറങ്ങളാലും ശോഭിക്കുന്ന മണ്ഡപം എന്നും അർത്ഥം പറയാവുന്നതാണ്. മരതക പ്രാകാരഭിത്തൗ, മരതകക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മതിലുകളും ചുവരുകളും ഉള്ള കൊട്ടാരത്തിൽ. ബൃഹന്നാനാരത്നമയ ആസനെ, പലതരത്തിലുള്ള വിലയേറിയ രത്നങ്ങൾ പതിച്ച വലിയ ഒരു സിംഹാസനത്തിൽ, മഹത്തായ സിംഹാസനത്തിൽ. ശിവമയേ ശ്രീകാമരാജാംഗകെ തിഷ്ടന്തീം, ശിവസ്വരൂപനായ ശ്രീകാമേശ്വര ഭഗവാന്റെ മടിത്തട്ടിലിരിക്കുന്ന അമ്മ. കുരുവൃന്ദബൃന്ദരുചിരാം, ചുവന്ന താമരപ്പൂക്കളുടെ കൂട്ടം പോലെ മനോഹരമായ ശോഭയാണ് അമ്മയ്ക്ക്. മാണിക്യഭൂഷോജ്വലാം, മാണിക്യക്കല്ലുകൾ പതിച്ച ആഭരണങ്ങൾ അമ്മ അണിഞ്ഞിട്ടുണ്ട്. ശ്രീ മഹാസുന്ദരീം, അങ്ങനെയുള്ള സുന്ദരിയായ ശ്രീ വിദ്യാസ്വരൂപിണിയായ അമ്മയെ യേ മനസ ചിന്തയന്തി, ആരാണോ മനസ്സിലെപ്പോഴും ധ്യാനിക്കുന്നത്, ഭുവി തേ ധന്യ, ഈ ഭൂമിയിൽ അവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ. സ്വർണം കൊണ്ട് പ്രകാശിക്കുന്ന മണ്ഡപത്തിൽ, മരതകക്കല്ലുകൾ കൊണ്ട് തീർത്ത കൊട്ടാരക്കെട്ടിനുള്ളിൽ നാനാതരം രത്നങ്ങൾ പതിച്ച വലിയ ഒരു സിംഹാസനത്തിൽ, മഹത്തായ സിംഹാസനത്തിൽ ശിവമയനായ ശ്രീകാമേശ്വരൻ്റെ മടിത്തട്ടിലായി അമ്മ വിരാജിക്കുന്നു. ചുവന്ന താമരപ്പൂക്കൾ പോലെ സുന്ദരിയായ ആ ദേവി മാണിക്യം പതിച്ച ആഭരണങ്ങൾ കൊണ്ട് ഉജ്ജ്വലമായി ശോഭിക്കുന്നു. അങ്ങനെയുള്ള ശ്രീ മഹാത്രിപുരസുന്ദരീ ദേവിയായ ശ്രീ ലളിതാ പരമേശ്വരി ദേവിയെ ഭൂമിയിൽ ആർക്കാണോ മനസ്സിൽ ധ്യാനിക്കാൻ സാധ്യമാകുന്നത് അവർ മാത്രമാണ് യഥാർത്ഥ ഭാഗ്യശാലികൾ. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഓം. അമ്മ ഒളിച്ചിരിക്കുകയാണ് എന്ന് വാഗ്ദേവതകൾ പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലളിതാ സഹസ്രനാമത്തിലെ 624 മന്ത്രമാണ് ഗുഹ്യ. ഈ മന്ത്രത്തിന് ഗുഹയിൽ പ്രവേശിച്ച ദേവി എന്നും ഒളിഞ്ഞിരിക്കുന്ന ദേവി എന്നും 2 അർത്ഥങ്ങളുണ്ട്. ഗുഹാം പ്രവിഷ്ട ഗുഹ്യ എന്നാണ് ഈ നാമമന്ത്രത്തിന് സൗഭാഗ്യഭാസ്കരം അർത്ഥം നൽകുന്നത്. ഗുഹാം പ്രവിഷ്ട, ഗുഹയ്ക്കകത്ത് പ്രവേശിച്ച ദേവി. ഗുഹ്യ, അതീവ രഹസ്യ സ്വരൂപിണിയായ അമ്മ, അതായത് സാധാരണക്കാർക്ക് പെട്ടെന്നൊന്നും കാണാൻ പറ്റാത്ത ദേവി. ഗുഹ എന്നത് ഇവിടെ മനുഷ്യൻ്റെ ഹൃദയമാകുന്ന ഗുഹയെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ആ ഒരു ചൈതന്യം ഹൃദയമാകുന്ന ഗുഹയിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ആത്മചൈതന്യം ഗുഹയിൽ ഒളിഞ്ഞിരിക്കുകയാണ്. സാധനയിലൂടെയും ധ്യാനത്തിലൂടെയും മാത്രമേ അതിനെ അറിയുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആത്മചൈതന്യമായ ആ ദേവി എല്ലാവരുടെയും ഹൃദയ ഗുഹയിൽ രഹസ്യമായി വസിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു.
ഹൃദയമാകുന്ന ആകാശത്തിൽ അമ്മയെ കാണുന്നതിനായിട്ട് വേണ്ട ഉപാസനാരീതികൾ പരിശീലിക്കുക. അങ്ങനെ പരിശീലിച്ചു കഴിയുമ്പോൾ നമുക്ക് ഹൃദയാകാശത്തിൽ കുടികൊള്ളുന്ന രഹസ്യരൂപിണിയായ അമ്മയെ കാണുവാനും കഴിയും. ഒളിച്ചു വയ്ക്കപ്പെടേണ്ട ദേവിയാണ് അമ്മ എന്ന ഒരു വ്യാഖ്യാനവുമുണ്ട്. ശക്തി ഉപാസനയിൽ രഹസ്യമായി വയ്ക്കേണ്ട പല കർമ്മങ്ങളുമുണ്ട്. അമ്മയുടെ അതിദിവ്യമായ ഉപാസനാരീതികൾ അല്പമായ സിദ്ധികൾക്കും മറ്റുമായി ദുരുപയോഗം ചെയ്യുന്ന താന്ത്രികരെയും കാണാം. രഹസ്യമായി പല കർമ്മങ്ങളും അത്തരക്കാർ നടത്തുന്നു. രഹസ്യമായി നടത്തേണ്ടതായ സൽക്കർമ്മങ്ങളുമുണ്ട്. രഹസ്തർപ്പണതർപ്പിത എന്ന ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രം അത്തരം നല്ല കർമ്മങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അമ്മയെ ഒളിച്ചു വയ്ക്കണം എന്ന് ഈ മന്ത്രത്തിന് അർത്ഥം വരുന്നത്. ദേവി കാടുകളിലും മലഗുഹകളിലും വസിക്കുന്നു. വനദുർഗ പോലെയുള്ള നിരവധി ദേവീഭാവങ്ങളിലാണ് അമ്മ ഇവിടങ്ങളിൽ ആരാധിക്കപ്പെടുന്നത്. ഒളിഞ്ഞിരിക്കുന്ന ദേവി, ഗുഹയിൽ പ്രവേശിച്ച ദേവി, ഒളിച്ചു വയ്ക്കപ്പെടേണ്ട അമ്മ എന്നിങ്ങനെയൊക്കെയാണ് ഈ 2 അക്ഷരമുള്ള മന്ത്രത്തിൻ്റെ അർത്ഥങ്ങൾ. ഓം ഗുഹ്യായൈ നമഃ. ഓം ഹ്രേം ഗുഹ്യായൈ നമഃ. 2 അക്ഷരം മാത്രമുള്ള ഈ മന്ത്രം ദേശമോ കാലമോ ഒന്നും തന്നെ പരിഗണിക്കാതെ എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. ദാരിദ്ര്യം മാറി സമ്പത്തുണ്ടാവാൻ ലക്ഷ്മി ദേവിയെ ധ്യാനിച്ചുകൊണ്ടും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ശത്രുദോഷം മാറാൻ മഹിഷാസുരമർദ്ദിനിയായ ദുർഗാദേവിയെയോ ഭദ്രകാളി ദേവിയെയോ ധ്യാനിച്ചും ഈ മന്ത്രം ജപിക്കാം. ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.